അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു ചോക്ലേറ്റ് ബോൾസിൻ്റെ റെസിപ്പിയാണ്. നല്ല സ്റ്റിക്കി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ബോൾസാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ബട്ടറൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടിൻ്റെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടീന് ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം എല്ലാം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കൊക്കോ പൗഡർ ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചേർക്കുന്നില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കട്ടയൊക്കെ ഉടച്ച് മിക്സാക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മിൽക്ക് മെയ്ഡും കൊക്കോ പൗഡറും പാൽപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക, എന്നാലേ ആ കട്ടയൊക്കെ പോവുള്ളൂ, നന്നായിട്ട് മിക്സായി വരുള്ളൂ. ഇനിയിപ്പോൾ നല്ല കട്ടായിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ ഒഴിച്ചിട്ട് അതൊന്ന് അരിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അരിച്ചെടുത്താൽ മതി. അപ്പോൾ കട്ട കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിപ്പയിലേക്ക് അരിച്ചെടുത്തിട്ട് വീണ്ടും പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഗ്യാസ് സ്പീഡ് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് സ്റ്റിക്കി ആയിട്ട് വരുന്ന വരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ, അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ച് പോകും. ഇളക്കി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. സൈഡിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ ഇതിലേക്ക് ആക്കി കൊടുക്കുക. അങ്ങനെ ഏകദേശം ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ലൊരു ഒട്ടുന്ന പരുവായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളത് റെഡിയാവും. ഇതുപോലെ ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാവണം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച ശേഷം അത് 2ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ പാനിൽ നിന്ന് മാറ്റിയത്. എന്നിട്ട് ഒരെണ്ണത്തിൽ നമ്മൾ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ അതുപോലെ തന്നെ ചെറിയ ചോക്ലേറ്റ് ബോൾസാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ നട്ട്സ് ഇട്ട ഭാഗം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എല്ലാ സൈഡിലേക്കും നട്ട്സാക്കി വെച്ച ശേഷം നമുക്ക് ചോക്ലേറ്റ് ബോൾസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ചോക്ലേറ്റ് ബോൾസാണ് റെഡിയാക്കുന്നത്. നമ്മൾ ചോക്ലേറ്റ് ബോൾസ് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് കയ്യിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കുക. എന്നിട്ട് ഈ മിക്സിയിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ ആവും, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുത്തിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറൊന്ന് വെച്ച ശേഷം എടുത്ത് കഴിച്ചാൽ മതി. അങ്ങനെ ഞാനിത് 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും നമ്മുടെ ചോക്ലേറ്റ്. നമ്മൾ സാധാരണ ചോക്ലേറ്റിൻ്റെ ആ ഒരു പരുവല്ല, ഇതിങ്ങനെ ഒട്ടുന്ന ഒരു പരുവായിട്ടാണ് ഇരിക്കുക. ഇനി ഒരു ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാൽപ്പൊടി എടുത്തിട്ട് അതിലൊരു ചോക്ലേറ്റ് ബോൾസ് ഇങ്ങനെ ഇട്ടിട്ടൊന്ന് എല്ലാ സൈഡിലേക്കും ആ പാൽപ്പൊടി ഒന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 എണ്ണം മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ കുറച്ച് കൊക്കോ പൗഡർ എടുത്തിട്ട്, കൊക്കോ പൗഡർ ഒരുപാട് എടുക്കരുത്, അപ്പോൾ നല്ല കയ്പ്പ് വരും. അപ്പോൾ കുറച്ച് കൊക്കോ പൗഡർ എടുത്തിട്ട് ഒരെണ്ണം ഞാൻ അതിലും ചെയ്യുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചോക്ലേറ്റ് ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്റ്റിക്കി ചോക്ലേറ്റ് ബോൾസ് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ ഉണ്ടാക്കാത്തവർ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.